ഹായ് ഹലോ. ഇന്ന് 2-3 പേര് ചോദിച്ച ചില ക്വസ്റ്റ്യന് ആൻസറായിട്ട് വന്നതാണ് കേട്ടോ. എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ടീച്ചർ എന്തിനാ സ്കൂളിലത്തെ ജോലി വൈൻഡപ്പ് ചെയ്ത് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തതെന്ന്. ഒരു 10 വർഷക്കാലം 2-3 സ്കൂളിലായിട്ട് KG ടീച്ചറായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഈ ഇടക്കാലത്തായിട്ട് എനിക്ക് എൻ്റെ ത്രോട്ടിൽ ചില ഇൻഫെക്ഷൻ വന്നായിരുന്നു. അപ്പോൾ കൊണ്ട് കാണിച്ചപ്പം ഡോക്ടർ പറഞ്ഞു മെഡിസിൻ എടുക്കുന്നതിന് കൂടൊപ്പം തന്നെ നമ്മൾ വോയിസ് റെസ്റ്റും കൂടെ എടുക്കണമെന്ന്. എന്തായാലും നിങ്ങൾക്കറിയാം, നമ്മൾ KG കുട്ടികളിലെ കൊച്ചുമക്കളെ ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സ് അവരെയും കാട്ടി നല്ല വോയിസ് എടുത്താൽ മാത്രമേ നമുക്ക് ക്ലാസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ആ ടൈമിൽ മെഡിസിൻ കഴിച്ചിട്ട് ക്ലാസ് എടുക്കാൻ പോയായിരുന്നു. അപ്പോൾ നോക്കിയില്ലായിരുന്നു, നമ്മൾ റെസ്റ്റ് ഒന്നും നോക്കിയില്ലായിരുന്നു. അപ്പോൾ ഈ ഓഗസ്റ്റ് മാസമൊക്കെ ആയപ്പോൾ എനിക്ക് തീരെ വയ്യാണ്ടായി, വോയിസ് ചേഞ്ചായി. അപ്പോഴത്തേക്കും ശ്വാസം മുട്ടലൊക്കെ കൂടിയായിരുന്നു. അപ്പോഴത്തേക്ക് എന്തായാലും വോയിസ് റെസ്റ്റ് നമുക്ക് കമ്പൽസറി ആയതുകൊണ്ടാണ് പിന്നെ സ്കൂളിലത്തെ ജോലി വൈൻഡപ്പ് ചെയ്തത്. പിന്നെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ മുമ്പേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ എനിക്കിതിൻ്റെ പ്രൊസീജിയേഴ്സ് ഒന്നും അറിയില്ലായിരുന്നു. എങ്ങനെയാണ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുക, എങ്ങനെ വീഡിയോ ഇതിൽ അപ്ലോഡ് ചെയ്യാമെന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ പഠിപ്പിച്ചൊരു കുഞ്ഞിൻ്റെ അമ്മ തന്നെയാണ് എനിക്കിത് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നത്. അങ്ങനെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ സ്റ്റാർട്ട് ചെയ്തതാണ് ഈ യൂട്യൂബ് ചാനൽ. പിന്നെ പൂർണ്ണ സപ്പോർട്ടായിട്ട് എൻ്റെ ഹസ്ബൻഡും എൻ്റെ മോളും കൂടെയുണ്ട്. പിന്നെ പേടിയായിരുന്നു ആദ്യം യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് വീഡിയോസ് ഇട്ടപ്പോൾ സത്യം പിന്നെ നല്ല പേടിയായിരുന്നു. കാരണം വെച്ചാൽ അയ്യോ, എന്താണ് നമ്മൾ നാട്ടുകാർ എന്ത് പറയും, അവൾ ഉള്ള ജോലിയും കളഞ്ഞിട്ട് അവൾ യൂട്യൂബിൽ തുടങ്ങിയിട്ട് കണ്ടില്ലേ കാണിക്കുന്ന പോക്രിത്തരങ്ങളെന്നൊക്കെ. സത്യം പിന്നെ നമ്മളെ നേരിട്ട് പറഞ്ഞില്ലെങ്കിലും പിന്നോക്കം നിന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ കേൾക്കുമ്പം നേരിട്ട് പറയാതെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കേൾക്കുമ്പോൾ സത്യം പിന്നെ നല്ല സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ എൻ്റെ ഹസ്ബൻഡ് തന്നെ എൻ്റെ തോന്നി, നീ എന്തിനാ അവരെ നോക്കുന്നത്, അപ്പോൾ നമുക്ക് എന്താണ് ഒരു വാ അടയ്ക്കാൻ പറ്റും, 1000 വാ അടയ്ക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ എന്ന് കരുതി ഇപ്പം നോക്കാറില്ല. പിന്നെ അതുപോലെ തന്നെ എനിക്കറിയത്തില്ല, ആൾക്കാർ ഇനി ഇത് റീച്ച് ചെയ്തിട്ടാണ് അവൾ ജീവിക്കാൻ ഒരിക്കലില്ല. എനിക്കിതിൽ നിന്ന് ഉടനെ ഒരു കുറേ പൈസ ഇട്ട് അങ്ങനെയൊന്നുമില്ല. പിന്നെ നമ്മളൊരു സന്തോഷം, അത്രേ ഉള്ളൂ ഞാൻ വിചാരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ കൊറോണ ടൈമിൽ യൂട്യൂബ് നോക്കി തന്നെയാണ് കേക്കൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചത്. ആദ്യമൊക്കെ ഫ്ലോപ്പായിരുന്നു കേക്കൊക്കെ, പിന്നീട് അതിൽ നിന്ന് ഇമ്പ്രൂവായി ഓരോ വീഡിയോസ് കണ്ട് തന്നെയാണ് കേക്ക് ഉണ്ടാക്കാൻ പഠിച്ചത്, അത് സെയിൽ ചെയ്തു തുടങ്ങിയത്. പിന്നെ ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചതാണ്, ടീച്ചർ ഈ കേക്ക് കേക്ക് സെയിൽ ചെയ്യുന്നു, ടീച്ചർ വേറൊന്നുമല്ല, നമ്മളിപ്പം കടയിൽ നിന്ന് ഇപ്പം ഒരു കേക്ക് മേടിച്ചാൽ അതേ കേക്കിൻ്റെ അതേ റേഞ്ചിൽ വേറൊരു കേക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണ് ടീച്ചർ നിങ്ങളെ നിന്ന് നമ്മൾ വാങ്ങിക്കുന്നതെന്ന്. അപ്പോൾ ഒന്നും ഓർക്കുക, ഒരിക്കലും ആരും നഷ്ടക്കച്ചവടം നടത്താറില്ല. അവർക്കൊരു ലാഭം കിട്ടാതെ ആരും കച്ചവടം ചെയ്യാറില്ല. ഇപ്പോൾ ഒരു ഹോം ബേക്കർ എന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കറിയാം, ഇപ്പം അവർക്ക് കിട്ടുന്ന ഓർഡറിനനുസരിച്ചാണ് അവർ കേക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നേരത്തെ കൂടി നമ്മൾ ആരും കേക്ക് ഉണ്ടാക്കി വെക്കത്തില്ല, കടയിൽ പോലെ കേക്ക് ഉണ്ടാക്കി വെക്കത്തില്ല. അപ്പോൾ എനിക്ക് ഒരാൾ ഓർഡർ ചെയ്യണം, നാളെ ടീച്ചർ ഒരു കേക്ക് വേണം, ഈ ഫ്ലേവറിൽ ഇതേ തീമിലൊരു കേക്ക് വേണം. അപ്പോൾ നമ്മൾ അപ്പോഴാണ് സെറ്റ് ചെയ്യുന്നത്, തലേദിവസം സെറ്റ് ചെയ്ത് അവർക്ക് മോർണിംഗ് ആണ് വേണ്ടെങ്കിൽ മോർണിംഗ് കൊണ്ട് എത്തിക്കുക. എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഞാൻ ഡെലിവറി ചാർജ് പോലും മേടിക്കുന്നില്ല, അവർ വീട്ടിൽ കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും നമ്മളിപ്പോൾ കടയിൽ വന്നിട്ടും അത് കൊണ്ടു കൊടുക്കുമ്പോൾ അവർ എന്താണ്, അയ്യോ ഇത്ര ടീച്ചർ കുറയ്ക്കുക, ഇനി ഇതിൽ നിന്ന് കുറയൂല, അങ്ങനെ ഒരു എന്താണ് ആ പൈസയ്ക്ക് വേണ്ടി അങ്ങനെയും ചെയ്യുന്ന ആൾക്കാരും ചില ആൾക്കാരുണ്ട്. എൻ്റെ ടീച്ചർ സാലറി ഇട്ടിട്ട് തരാം, ഓക്കെ, നമുക്കത് അറിയാവുന്ന ആൾക്കാരാണ്. കാരണം എനിക്കറിയാം, ഞാൻ എൻ്റെ മോളുടെ ഒരു ബർത്ത്ഡേക്ക് നമ്മളൊരു കഷ്ടപ്പെട്ട് ഉള്ളൊരു കാലഘട്ടത്തിൽ നമുക്ക് കടയിൽ പോയി വാങ്ങിക്കേണ്ട ബുദ്ധിമുട്ടൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ്. പിന്നെ കേക്കിൻ്റെ ഞാനൊരു നേരിട്ട് കണ്ടിട്ടുള്ള കാര്യമാണ്, ഈ കേക്കിൽ അവരെന്താ അഡീഷണലായിട്ട് കുറേ ജെല്ലൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇത് കടയിൽ ഇപ്പോൾ നമ്മളൊരു ബേക്കറി പോകുമ്പോൾ ഇന്ന് കാണുന്ന കേക്ക് തന്നെയാണ് ഒരു ആഴ്ച കഴിഞ്ഞിട്ട് ആ കടയിൽ പോകുമ്പോൾ വീണ്ടും ആ കടയിൽ ഇരിക്കുന്നത് കാണുന്നത്. അപ്പോൾ അതിന് യാതൊരു കേടുപാടും വന്നിട്ടില്ലെങ്കിൽ അവരെന്തെങ്കിലും കെമിക്കലൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ടായിരിക്കാം. അപ്പം നമ്മൾ ഹോം ബേക്കേഴ്സ് എന്താണ് ഫ്രഷ് ക്രീം വെച്ച് ഉണ്ടാക്കുന്ന കേക്കുകളാണ്. അപ്പോൾ അതിൽ നമ്മൾ അഡീഷണലായിട്ട് ഒന്നും ചേർക്കുന്നില്ല. ഞാൻ എൻ്റെ ആസ് എ ബേക്കർ ഞാൻ പറയണം, ഞാൻ ഒന്നും ചേർക്കാറില്ല, ഫ്രഷ് ക്രീം കൊണ്ട് ഉണ്ടാക്കിയാണ്. അപ്പോൾ നമ്മളത് ഒരു കസ്റ്റമറിന് കൊടുത്താൽ തന്നെ അതെന്താണ് ഒരാഴ്ച അവർ ഫ്രിഡ്ജിൽ വെച്ചാൽ അത് കേടാവാതെ ഇരിക്കും. അതിൽ കൂടുതൽ നമുക്ക് പറ്റും. നമ്മൾ പച്ചക്കറി തന്നെ ജൈവ പച്ചക്കറിയും അതേപോലെ തന്നെ കീടനാശിനികൾ ഉപയോഗിച്ചുള്ള പച്ചക്കറി ഉള്ള ഉപയോഗം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അത്ര തന്നെയാണ്.
അതുപോലെ തന്നെ ഈ ഒരു നമ്മളൊരു കടയിൽ പോയി ഒരു കേക്ക് വാങ്ങിക്കുമ്പോൾ അവർ അഡീഷണൽ അപ്പോൾ അവർ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കേക്കുകളായിരിക്കാം. നിങ്ങൾ പോയി എനിക്ക് റെഡ് വെൽവെറ്റ് കേക്ക് വേണം, അപ്പോൾ അത് അവർ തരണമെങ്കിൽ അത് അവർ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതായിരിക്കും അവർ കച്ചവടത്തിനല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്കൊരു ഫ്രീ ആയിട്ടൊരു കേക്ക് ഉണ്ടാക്കി തരണമെങ്കിൽ അത് അവർക്ക് നേരത്തെ അവർ സെറ്റ് ചെയ്യുന്ന കേക്കുകളായിരിക്കുമല്ലോ. പക്ഷെ നമ്മളെന്ന് വെച്ചാൽ അങ്ങനെയല്ല, നമ്മൾ നിങ്ങൾ പറയുന്ന ഓർഡറിനനുസരിച്ച് ചെയ്യുന്നതാണ്. എന്നിട്ടും അതിൽ ബാർഗെയിനാണ്. അയ്യോ ഇത്രയോ ഇത്രയോ. എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ഒരു അര കിലോ കേക്ക് ഒരാൾ ചോദിക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ അര കിലോ കേക്ക് ഞാൻ 8 ഇഞ്ച് പാനിലാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ സൈഡ് പോലും കട്ട് ചെയ്യുന്നില്ല, അതുപോലെ ചെയ്ത് കൊടുക്കും. അപ്പോൾ എനിക്ക് എപ്പോഴും ഈ കേക്ക് ചെയ്ത ഒരു അര കിലോ കേക്ക് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ വെയിറ്റ് നോക്കുമ്പോൾ ചിലപ്പം അത് 3/4 കിലോ കൂടുതൽ ആവും. എന്നാലും ഞാൻ വിചാരിക്കും കുഴപ്പമില്ല, ഇത്രയും വർഷമായിട്ട് കേക്ക് ചെയ്തിട്ട് പോലും ഒരു പേടിയാണ്. ഒരാൾക്ക് കൊടുത്തിട്ട് അവരെ ഒരു കമൻറ്റ് കേൾക്കുന്നത് വരെ നമുക്ക് ഉള്ളിലൊരു പേടി തന്നെയാണ്. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അവരെവിടെ നിന്ന് വാങ്ങിക്കണം, അവർക്ക് ഏത് ഷോപ്പിൽ നിന്ന് അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. അപ്പം നമ്മളുടെ നിന്ന് വാങ്ങിച്ച് കഴിച്ചിട്ടുള്ളത് ചിലപ്പോൾ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പറയും ആരെയും ഞാൻ നിർബന്ധിക്കത്തില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മേടിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കേക്കിൻ്റെ കാര്യം ഞാൻ ഇപ്പോൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് 2-3 ഫ്രണ്ട്സ് അവരും ഇങ്ങനെ കേക്ക് ബേക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ എൻ്റെ അടുത്ത് അവർ ഇങ്ങനെ വിളിക്കുമ്പം പറയും, നീ എപ്പോഴെങ്കിലും ഒന്ന് വീഡിയോ ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ച് പറയണം. നമ്മളത് എല്ലാ ആൾക്കാരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങളെന്താ ഓഫർ ഇടുന്നത്? നമ്മൾ ഓഫർ ഇടുന്നുണ്ട്, പിന്നെ ഒരു കേക്കിന് വാങ്ങിക്കുമ്പോൾ അതേ റേറ്റിന് ഒരു കേക്ക് കൊടുക്കണം നഷ്ടമാണ്. കാരണം ശരിയാണ്. അപ്പം എല്ലാം ആൾക്കാരും നമ്മളിപ്പോൾ ചോക്ലേറ്റ്സിനായാലും കേക്കിന് എല്ലാ സാധനത്തിനും വില കൂടി. നമ്മൾ ഷോപ്പിൽ പോകുമ്പോൾ അതിൻ്റെയൊക്കെ റേറ്റ് അറിയുന്നത്. അതിൽ നമ്മൾ 1-2 വില കൂട്ടി അവർക്ക് പറയുന്നെങ്കിൽ അവർക്ക് ദേഷ്യമാണ്. അയ്യോ ഇത്രയാവും, നിങ്ങളൊരു കടയിൽ പോയി കേക്ക് വാങ്ങിക്കുമ്പോൾ നമുക്ക് അവിടെ പോയി ഒന്നും വില പേശാൻ പറ്റിയില്ല, ഇതിന്ന് കുറയില്ല, അവർ ഒന്നും പറയില്ല, ഒന്നും പറയാൻ പറ്റത്തില്ല. അതുപോലെ ഡെലിവറി ചാർജ് വരെ നമുക്ക് അവിടെ കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ഒരു ചെറിയൊരു ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക്